വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വവും സുന്ദരതയും നിലനിർത്താൻ മുന്നിലുണ്ട് ഹരിത കർമ്മസേന. ദിവസേന വീടുകൾ തോറും കയറി അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് MCF കേന്ദ്രങ്ങളിൽ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് നമ്മുടെ ഹരിത കർമ്മസേന പ്രവർത്തകർ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് എല്ലാ വാർഡിലും മിനി MCF കേന്ദ്രങ്ങൾ സജീവമാണ്. ഈ കൂട്ടായ്മ നാടിന്റെ ശുചിത്വവൽക്കരണ രംഗത്ത് വലിയൊരു മാറ്റത്തിനാണ് വഴിവെച്ചത്. നമസ്കാരം. നമ്മുടെ MCF നമ്മുടെ വേലൂർ ഗ്രാമപഞ്ചായത്തിലെ കിലാലൂർ പ്രദേശത്താണ് നമ്മുടെ MCF ഉള്ളത്. ഏകദേശം 32ഓളം ഹരിതകർമ്മസേനാംഗങ്ങളാണ് നമുക്ക് ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേനയിലുള്ളത്. നമുക്ക് 17 വാർഡുകളാണ് നമുക്കുള്ളത്. 17 വാർഡുകളിൽ കൂടി 32ഓളം ഹരിതകർമ്മസേനാംഗങ്ങൾ വിവിധ വാർഡുകളിൽ നിന്ന് കളക്ഷൻ എടുക്കുകയും എല്ലാ വാർഡിലും മിനി MCFകളും അതുപോലെ തന്നെ വലിയ ഒരു MCF ആണ് നമുക്കുള്ളത്. MCFൽ ഇപ്പോൾ ഏകദേശം ഒരു 65 ലക്ഷം രൂപയുടെ പുതിയൊരു ബിൽഡിങ്ങിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ തരംതിരിച്ചത് നമുക്ക് ക്യൂബ് സിസ്റ്റം ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബെയിലിംഗ് മെഷീൻ നമുക്കവിടെ സ്വന്തമായിട്ടുണ്ട്. അതുപോലുള്ള 2 ഈ സാധനങ്ങൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 2 ഇലക്ട്രിക് ഓട്ടോസ് നമുക്കുണ്ട്. ഗ്രാമസുന്ദരി എന്ന പേരിട്ടിട്ടുള്ള 2 ഇലക്ട്രിക് ഓട്ടോ ഉണ്ട്. ഇതുവഴിയാണ് നമുക്ക് മാലിന്യ നിർമ്മാർജ്ജനം വേലൂർ പഞ്ചായത്തിൽ നമ്മൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നത്. 2 ടണ്ണായിരുന്നു നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മാലിന്യം നമുക്ക് ലഭ്യമായിരുന്നു, പ്ലാസ്റ്റിക് മാലിന്യം. ഇന്ന് ഏകദേശം 13 ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യം നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നുണ്ട്. ഏകദേശം 80% ആളുകളെ ഹരിതകർമ്മസേനയിലേക്ക് കൊണ്ടുവരാനും അവരെ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ നമുക്ക് പങ്കാളികളാക്കാനും സാധിച്ചിട്ടുണ്ട്. നമുക്ക് 100% ആക്കുന്നതിന് വേണ്ടി വിവിധ ബോധവൽക്കരണ പരിപാടികൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ റാലികൾ, നമ്മുടെ കോളേജ് കേന്ദ്രീകരിച്ച് അവരെ കുട്ടികളുമായി ബന്ധപ്പെട്ട് NSS വളണ്ടിയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രോഗ്രാംസുകൾ ഒക്കെ തന്നെ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തെരുവോരങ്ങളിലുള്ള പ്രധാന കേന്ദ്രങ്ങൾ, ബസ് സ്റ്റോപ്പുകൾ ഒക്കെ തന്നെ പെയിൻ്റ് അടിച്ചുകൊണ്ട് ഇതിൻ്റെ സന്ദേശം നമ്മൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണം നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ വിവിധ പ്രദേശങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുവഴി നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവർക്ക് ഫൈൻ ഈടാക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ തെരുവോരങ്ങൾ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള സംവിധാനം ഒരുക്കുകയും അതിനുവേണ്ട സ്റ്റാഫിനെ നിയമിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പുതിയ തലത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം 2 HIമാരെ നമ്മൾ നിയമിച്ചുകൊണ്ടുള്ള സ്ക്വാഡ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200ഓളം സ്ഥലങ്ങൾ അവർ പരിശോധന നടത്തുകയും മാലിന്യം വളരെ മോശപ്പെട്ട രീതിയിൽ ഇട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഫൈൻ ഈടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും ഇതിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ഈ നാട് വളരെ വൃത്തിയുള്ള അല്ലെങ്കിൽ വളരെ ശുചിത്വമുള്ള ഒരു നാടായി മാറ്റാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വായുവും അതുപോലെ തന്നെ മണ്ണും ജലവും ഒക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടി മുഴുവൻ ആളുകളുടെയും പിന്തുണ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വേണം. നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ ജനങ്ങളെയും ഇതിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഏറ്റവും നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അതിന് മുഴുവൻ ആളുകളുടെയും പിന്തുണ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വേലൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി ബിന്ദു. ഞങ്ങളിവിടെ 30 പേരാണ് ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് എല്ലാ വാർഡുകളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. വാർഡ് മെമ്പർമാരായാലും മറ്റുള്ള സന്നദ്ധ എല്ലാ പ്രവർത്തകരും എല്ലാവരും ഞങ്ങളോട് സഹകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. ഒരു 80%ഓളം ഞങ്ങൾ വേലൂർ പഞ്ചായത്ത് ഇത് മാലിന്യ ഇതിൻ്റെ ഭാഗമായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും പഞ്ചായത്തിൽ ഭരണസമിതി പഞ്ചായത്തിൽ നിന്ന് എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ 2 വാഹനമുണ്ട് ഞങ്ങൾക്ക്. അതിൽ 6 ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പഞ്ചായത്ത് എടുത്തു നൽകിയിട്ടുണ്ട്. 6 ഡ്രൈവർമാർ ഈ വാഹനം നല്ല രീതിയിൽ എല്ലാ വാർഡുകളിൽ നിന്നും മാലിന്യം കളക്ട് ചെയ്ത് കൊണ്ടുപോരുന്നുണ്ട്. പിന്നെ ബെയിലിംഗ് മെഷീൻ ബെയിൽ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വരുമാന മാർഗം ഒന്നും കൂടി മെച്ചപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സ്ക്രാപ്പ് ഇനങ്ങൾ അങ്ങനെയുള്ള അത് വേറെ സെപ്പറേറ്റ് കൊടുക്കുന്നു. അതിൻ്റെ ഒരു വരുമാനം പ്രത്യേകം കിട്ടുന്നുണ്ട്.
പിന്നെ AY ആശ്രയ ഗുണഭോക്താക്കളുടെ തുക പഞ്ചായത്ത് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു കെട്ടിടം ഉണ്ടാക്കി തന്നു. ഇനി പ്രാവശ്യം വേറെ ഒരു കെട്ടിടം ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അത് പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ 10-30 പേർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഈ ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വേരൂർ ഗ്രാമപഞ്ചായത്ത് വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ തന്നെ 10ഓളം പഞ്ചായത്തിൽ എടുക്കുകയാണെങ്കിൽ അതൊരു പഞ്ചായത്ത് വേരൂർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിച്ചിരിക്കുന്നു. നമുക്ക് ഏകദേശം 80% ആളുകളെ ഇത്തരത്തിലുള്ള ഹരിതകർമ്മസേനയിലേക്ക് അവരുടെ പേര് രജിസ്റ്റർ ചെയ്യാനും അതുവഴി ആ വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കാനും സാധിച്ചിരിക്കുന്നു. നമുക്കറിയാം, മാലിന്യം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറാൻ നമ്മുടെ ജനങ്ങളെ പ്രാപ്തരാക്കുക, ബോധവൽക്കരണങ്ങൾ നടത്തുക, അത് വിദ്യാർത്ഥികളിലേക്ക് സന്ദേശം എത്തിക്കുക, അതിനുള്ള ഒട്ടേറെ പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 2 ടണ്ണോളം മാലിന്യം ലഭിച്ചിരുന്ന ഒരു സ്ഥിതിയിൽ നിന്നും ഇന്ന് 13 ടണ്ണോളം മാലിന്യം ശേഖരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ തന്നെ മുൻകാലങ്ങളിൽ നമ്മുടെ മണ്ണിലും ജലത്തിലും അല്ലെങ്കിൽ പുഴയിലും ഒക്കെ തന്നെ ഒഴുകിപ്പോയിരുന്ന ഒരു സ്ഥിതിയിൽ നിന്നും മാറി അതൊക്കെ ശേഖരിച്ച് കൃത്യമായി അതിനെ തരംതിരിച്ച് കേരളത്തിൻ്റെ സംവിധാനം ഒഴിച്ചുള്ള ക്ലീൻ കേരള കമ്പനിക്ക് നൽകാനും അത് സംസ്കരിച്ച് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നു എന്നതാണ്. അതിനുവേണ്ടിയുള്ള വലിയ ഒരു പ്രവർത്തനം പിന്തുണ വേരൂർ ഗ്രാമപഞ്ചായത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, എല്ലാ വാർഡുകളിലും നമുക്ക് ശേഖരിക്കാൻ വേണ്ടി മിനി MCFകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജന മേഖലയിൽ വലിയ ഒരു പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിച്ചിരിക്കുന്നു.